ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്നത്തെ സാന്ത്വന എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഗോമതിനെ എരിപിരി കയറ്റുവാണ് അച്യുതനും അനന്തനും അലോകും കൂടിയിട്ട്. അതേസമയം ബാലനെ കുറച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് കടന്നു വരുവാണ് നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട്. അങ്ങനെ ദേവിയുടെ അച്ഛനും മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഗോമതി അവിടെ ഇല്ലല്ലോ, അവിടെ പോയിട്ടൊരു തകർക്കാം, പറ്റുമെങ്കിൽ അവിടെ സ്ഥിരമാക്കാം. ഇനി മുതൽ ദൈവമംഗലം നമ്മുടെയാണ് എന്ന് പറയാണ് ശ്രീകലെ എന്ന് ഉദയഭാനു പറയുമ്പോൾ, അതേ ഉദയേട്ട, ഇനി മുതൽ അത് നമ്മുടെ വീടാണ് എന്ന് ശ്രീകലയും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് നേരെ ദേവമംഗലത്തേക്ക് പോവാട്ടോ. കാർ ഇറങ്ങുമ്പോൾ തന്നെ ആ ടാക്സിയൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. ടാക്സിക്കാരനോട് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഇനിയും വിളിക്കും, ഇനിയും വരണം കേട്ടോ, വരാം സർ എന്ന് പറഞ്ഞ് ടാക്സി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ഉദയഭാനും ശ്രീകലയും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണമംഗലം നോക്കുന്നുണ്ട്, ദേവമംഗലം നോക്കുന്നുണ്ട്. ശേഷം ഉദയഭാനു പറയണ്ടേ, എടി ശ്രീകലെ, അതാണ് കൃഷ്ണമംഗലം, നമ്മുടെ ഗോമതിയുടെ വീട്. ദേ ആ നിൽക്കുന്നവനില്ലേ, അവനാണ് അനന്തൻ, അതായത് ഗോമതിയുടെ ചേട്ടൻ. അവനൊരു പ്രാവശ്യം വീട്ടിൽ വന്ന കാര്യമൊക്കെ ഞാൻ നിന്നോട്, അനന്തൻ അച്യുതനായിരുന്നു കേട്ടോ, അച്യുതൻ അവൻ്റെ ദിവസം വീട്ടിൽ വന്ന കാര്യമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ആ എനിക്ക് ഓർമ്മയുണ്ട്. നമുക്കൊരു പണി ഒപ്പിച്ചാരുടെ ശ്രീകലെ. എന്തു പണിയാ? ഈ അച്യുതനെ കൊണ്ട് നമുക്കൊരു പണി ഒപ്പിക്കാം, നീ ഇവിടെ നിൽക്ക് എന്ന് പറയാണ്. അങ്ങനെ അച്യുതനാണെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകായിരിക്കും. റോട്ടിങ്ങനെ, അതായത് അവരുടെ വീടിന് മുമ്പിൽ കൂടി വേണമല്ലോ പാസ് ചെയ്ത് പോകാൻ. അപ്പൊ സ്ത്രീകളും ഉദയഭാനുകൾ നിൽക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോണ സമയത്ത്, എടോടോ താൻ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതിന് ഞാൻ തന്നെ എന്ത് കാണിച്ചിടോ എന്ന് അച്യുതൻ പറയുമ്പോ, താൻ ചെയ്തത് ഭയങ്കര മോശമായി പോയി, നിങ്ങളുടെ വീട്ടുകാർ ചെയ്തത് വളരെ മോശമായി പോയി. തനിക്കൊരു അനിയത്തി ഉണ്ടല്ലോ ഗോമതി, അവർ ഭയങ്കര മോശ സ്ത്രീയാണ് കേട്ടോ. ഒരു ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. എന്തായാലും കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയല്ല അവർ, ഒരു കണക്ക് അവർ പോയത് നന്നായി എന്നൊക്കെ പറയാണ്. അങ്ങനെ അച്യുതന്റെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. വെറുതെ പോയിക്കൊണ്ടിരിക്കണ അച്യുതന്റെ വായിൽ കോളിട്ട് കുത്തണ രീതിയിലാണ് ഉദയഭാനു സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ത്രീകളെ പണ്ട് അതെ അത് ശരി തന്നെയാ, അല്ലെങ്കിൽ ആ ഗോമതിക്ക് കുറച്ച് തലക്കനം കൂടുതൽ, അഹങ്കാരി എന്നൊക്കെ പറയാണ്. ദേ ഞാൻ മര്യാദക്ക് എന്റെ വഴിക്ക് പോവാണ്, നിങ്ങൾ വെറുതെ ഇതിന്റെ മെക്കിട്ട് കയറണത് എന്ന് അച്യുതൻ ചോദിക്കുമ്പോ, എടോ മെക്കിട്ട് കയറോടോ, കാരണം എന്താവോ, എനിക്ക് അത്ര വിഷമമുണ്ട്. നമ്മുടെ ബാലനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി വിഷമിച്ചിരിക്കുന്നത്. ബാലനെന്ന് തങ്കപ്പെട്ട മനുഷ്യനെന്നറിയാവോ? നിങ്ങളുടെ വീട് ഒരു വൃത്തികെട്ട വീടാണ്, നിങ്ങളുടെ വീട് ഒരു പ്രേതാലയമാണ്, അതായത് വൃത്തികെട്ട രീതിയിലൊക്കെ പറയാട്ടോ ഉദയഭാനു. അങ്ങനെ അവർക്ക് ദേഷ്യം വരികയാണോ അച്യുതന്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അച്യുതൻ നേരെ വീട്ടിലേക്ക് കയറി പോവാ, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പൊ അലോക് ചോദിക്കണ്ടേ, എന്താ അച്ഛൻ പുറത്ത് പോയില്ലേ? എങ്ങനെ പോവാനാ, ദേ അവിടേക്ക് നോക്ക് എന്ന് പറയാണ്. അത് ദേവിയുടെ അച്ഛനും അമ്മയല്ലേ? അതെ, വെറുതെ ഇരുന്ന് എന്റെ മെക്കിട്ട് കയറുക അവര്. അച്ഛൻ അവരെന്താ പറഞ്ഞത്? എന്തോ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്കും എന്താ ഗോമതി ഭയങ്കര അഹങ്കാരിയാണെന്നോ, ബാലൻ ഭയങ്കര പുണ്യാത്മാവാണെന്നോ എന്തൊക്കെയൊക്കെയോ പറയാണ്. അവരുടെ ഉദ്ദേശം വേറെ എന്തോ ആ മോനെ എന്ന് പറയുമ്പോഴേക്കും അലോക് പറയണ്ട, അതെ അവരല്ലെങ്കിൽ ഒരു കുരുട്ടു ഫാമിലിയാണ് അച്ഛാ, അവരുടെ സ്വഭാവം എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും നീ വാ, ഇത് ഗോമതി അടുത്ത് പറയാം എന്ന് പറയാണ്. അങ്ങനെ ഗോമതി അവിടെ ഇരിക്കുന്ന സമയത്ത് അച്യുതൻ വന്ന് പറയണ്ട്, ഗോമതി ഞാനേ കട വരെ ഒന്ന് പുറത്തു വരെ ഒന്ന് പോവായിരുന്നു, ഷോപ്പ് വരെ. ആ സമയത്ത് ദേവമംഗലത്ത് 2 വിരുന്നുകാർ വന്നിരിക്കുന്നു. വിരുന്നുകാരോ? അതാരാ? വേറെ ആര്? ആ ദേവിയുടെ അച്ഛനും അമ്മയും. അത് നല്ല കാര്യമല്ലേ, ദേവിമോൾക്ക് സന്തോഷമായിട്ടുണ്ടാവും. അതൊന്നല്ല കാര്യം, അവരെ മനഃപൂർവ്വം വന്നതാണ് നിന്നെ ദ്രോഹിക്കാനായിട്ട്. എന്നെ ദ്രോഹിക്കാനോ? അതെ, ഞാൻ വെറുതെ നടന്നു പോയിരുന്നു. അപ്പൊ അവര് പറയാ ഗോമതി അങ്ങനെയാണോ, ഗോമതി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ദേഷ്യം കയറ്റുവാണ്. ഇതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണോ ഗോമതി എന്ന് പറയാണ്. വേറെ എന്തോ ആണെന്നോ? അച്യുതേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? വേറൊന്നല്ല, ബാലൻ മനഃപൂർവ്വം അവരിവിടെ കൊണ്ടുവന്നിരിക്കുക. എന്തിനാന്നറിയാവോ? നീ ഇല്ലെങ്കിലും അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ, അവർക്ക് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാനായിട്ട്. ദേ അച്യുതേട്ട, അലോകെ, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ബാലേട്ടൻ്റെ വഴക്കൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ എന്റെ ബാലേട്ടനെ കുറിച്ച് വെറുതെ ഇല്ലാത്തൊന്നും പറയണ്ട, ബാലേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അലോക് പറയണ്ട, എന്റെ അപ്പച്ചിയുടെ കുഴപ്പം ഇത് തന്നെയാണ്. അയാൾ ഭയങ്കര സാധനാണ്. ദേ അലോകെ, അത് നിന്റെ അമ്മാവനാണ്, ആ രീതി വേണമെങ്കിൽ സംസാരിക്കാൻ. ഇയാളെന്നോ? സോറി അപ്പച്ചിക്ക് വിഷമമാവാൻ വേണ്ടി പറഞ്ഞല്ല, അങ്കിളുടെ സ്വഭാവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. അല്ല ചേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് അച്യുതനോട് ചോദിക്കുമ്പോൾ, അതെന്നെ പറഞ്ഞത് വേറെ ഒന്നല്ല, നീ പോയാലും അയാൾക്കൊരു കുഴപ്പമില്ലെന്ന രീതിയിൽ അയാൾ അവിടെ നിപ്പ് നടപ്പാക്കുക. ഇപ്പതേ ദേവിയുടെ ബന്ധുക്കൾ വന്നു, അടുത്തത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വരും. അങ്ങനെ അവരെല്ലാരും ബന്ധുക്കളെ വെച്ച് അവിടെ നിരത്താൻ പോവാണ്. അപ്പൊ നീ ഇല്ലാത്ത കുറവുകൾക്ക് അറിയില്ലല്ലോ, പിന്നെ നീ ഇല്ലാതെ അവർ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് കാണിക്കുകയും ചെയ്യാലോ, അതന്നെയാ ബാലന്റെ ഉദ്ദേശം എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ദേവിക്ക് ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് സ്ത്രീകളെയും അതുപോലെ തന്നെ ഉദയഭാനോ കൊച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മീനാക്ഷി അവരെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റുന്നുണ്ട്. എല്ലാം നിങ്ങൾ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു വരായിരുന്നു. അപ്പൊ അച്യുതം നമ്മുടെ മെക്കിട്ട് കയറാ, ബാലൻ ദുഷ്ടനാണെന്നും ബാലൻ കൊഴുത്തവനാണെന്നും ബാലൻ ആഭാസനാണെന്നൊക്കെ എന്റെ മുമ്പിൽ നോക്കി പറഞ്ഞ എനിക്കത് സഹിക്കോ? ഞാൻ തിരിച്ച് 2 വർത്താനം പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും മീനാക്ഷി പണ്ട് സാരില്ല അങ്കിള് വാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറ്റുവാണ്. ദേവി വരുന്നുണ്ട്. ഇതാരും അച്ഛനും അമ്മയും വന്നല്ലോ എന്ന് പറയാണ്. അതെ
അതെ മോളെ, ഞങ്ങളിനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. അയ്യോ, ഇത് കനം, ഒരു ബാഗിൽ ഒരുപാട് കനം ഉണ്ടല്ലോ വെച്ചാൽ. അതേല്ലേ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല റൂം തന്നെ നിങ്ങൾ തന്നേക്ക് എന്ന് പറഞ്ഞു. എന്തായാലും ഗോമതി വളരെ മോശപ്പെട്ട സ്ത്രീയാണ്, അവരെന്ത് മോശം പരിപാടിയാണ് കാണിച്ചത് എന്ന് പറയുമ്പോൾ മീനാക്ഷിക്കും മിത്രക്കും ആര്യനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അപ്പം ദേവി പറഞ്ഞു, അച്ഛ അമ്മേ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കാട്ടോ ദേവി. ശേഷം ദേവി പറയുന്നുണ്ട്, അച്ഛ അമ്മേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണത്, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ കുളം തോണ്ടാനിട്ടല്ലേ വന്നത്, ഇവിടെ ഇപ്പൊ അമ്മയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ വന്ന് നിന്നിട്ട് ഇവിടുത്തെ എന്തൊക്കെ അടിച്ചു മാറ്റാവോ അതൊക്കെയല്ലേ നിങ്ങളുടെ ഉദ്ദേശം. ദേവി ഞങ്ങൾ വന്നത് നിന്റെ നല്ലതിന് വേണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ നിന്റെ നല്ലതിന് വേണ്ട. ദേവി നിനക്കറിയാലോ, നിന്റെ സ്വർണ്ണമൊക്കെ മുക്കുപണ്ടമാണ്, അതൊക്കെ നിനക്കറിയാലോ. പിന്നെ നിന്റെ പഠിപ്പ്, നീ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ കള്ളത്തിനൊന്നും ബാലൻ അറിയരുത്. അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടി ഞങ്ങൾ വന്നത്. അച്ഛാമ്മേ നിങ്ങൾ വന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ ഇന്ന് വന്ന് ഇന്ന് തന്നെ പോകണം എന്ന് പറയാണ്. അതെന്ത് വർത്തനുണ്ട് ദേവി നീ പറയണത്? ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ മോളുടെ വീട്ടിൽ വന്ന് 2-3 ദിവസമല്ല, ഞങ്ങൾ ഇനി കുറച്ച് അധികം നാൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയണം. അപ്പൊ അമ്മ വരുമ്പോൾ നിങ്ങൾ പോവില്ലേ? ഗോമതിനെ ഇപ്പൊ ഇവിടെ വരും, ഗോമതിന് വരാൻ പോകുന്നില്ല, ഗോമതി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അച്ഛ അമ്മ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ട്? ഞാൻ ഇവിടെ മനസ്സമാധാനത്തോടൊന്ന് ജീവിക്കട്ടെ മോളെ, നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നത്. എന്തായാലും ഞങ്ങൾ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാകും, നീ നിന്റെ പണി നോക്ക് വേണേ എന്ന് പറയാണ്. അങ്ങനെ ദേവിക്ക് അങ്ങനെ പ്രാന്ത് പിടിക്കാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീകരയും ഉദയഭാനും കൂടി നേരെ പോണ ബാലന്റെ അടുത്തേക്കാണ്. ബാല എന്ന് വിളിച്ചിട്ട് ഉദയഭാനും ബാലന്റെ അടുത്തേക്ക് പോണ. ഇതാരും ഉദയഭാനു സാറോ? ബാല ഞാനേ ഭയങ്കര വിഷമമുണ്ട് ബാല, ഞാനിപ്പോൾ വന്ന സമയത്തെ അച്യുതൻ എന്നെ 2-3 വർത്താനം പറഞ്ഞു. എന്താ പറഞ്ഞത്? പോട്ടസ് ബാല, കുഴപ്പമില്ല, അവർ കച്ചറ ടീമാ, നമുക്ക് സംസാരിക്കാനേ കൊള്ളത്തില്ല. അല്ല എന്നാലും സാറിന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് അത് അറിയണം. എന്താ അയാൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞ ബാലിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു. എനിക്കത് സഹിച്ചില്ല. ഞാൻ ബാലിനെ കുറിച്ച് 2 നല്ല വർത്താനം പറഞ്ഞപ്പോൾ അത് അവന് സഹിച്ചില്ല. അവൻ എന്നെ ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞു ബാല. പക്ഷേ എനിക്ക് വിഷമമുണ്ടാക്കിയത് അതല്ല. ഇതെല്ലാം കേട്ട് ഗോമതി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരത് കണ്ട് ചിരിക്കുമായിരുന്നു. ഗോമതി ഇതൊക്കെ കേട്ട് ചിരിക്കുമായിരുന്നോ? അതേ ബാല, എന്നെ അവരുടെ ചേട്ടന്മാരെ എന്നെ അത്ര നാണം കെടുത്തിയപ്പോഴും അവരിരുന്ന് ചിരിക്കുമായിരുന്നു. ഓഹോ, ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ ഇറങ്ങി പുറപ്പെടാണ് ഗോമതി എടുത്തും അച്യുതനോടൊക്കെ ഈ കാര്യം ചോദിക്കാനായിട്ട്. അങ്ങനെ ഉദയഭാനു ഉണ്ടാക്കിയ നുണക്കഥ ബാലൻ വിശ്വസിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. നാളെ തന്നെ ബാലൻ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊമോയിൽ കാണിച്ച പോലെ ബാലൻ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ട് അച്യുതനും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അനന്തനും അലോകൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കൂട്ട പ്രശ്നമാകാണ്. അതൊക്കെ കണ്ട് നമ്മുടെ ഉദയഭാനു അതുപോലെ തന്നെ സ്ത്രീകളെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. വിചാരിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ, ആ സന്തോഷത്തിലാണ് അവര്. അതേസമയം നമ്മുടെ വീട്ടിൽ ആരില്ല സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ തനി സ്വഭാവങ്ങൾ എടുക്കുകയാണ്. വേറൊന്നല്ല, മോഷ്ടിക്കുക, എന്തിനുണ്ടെങ്കിൽ ചുരണ്ടി എടുത്തോണ്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുക, പൈസ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. കാരണം ഇവരെടുത്താലും ആരും ഇവരെ സംശയിക്കില്ലല്ലോ. കാരണം ബാലന് അത്രമാത്രമേ വിശ്വാസമാണ്. വേണമെങ്കിൽ ആര്യന്റെ ആകാശത്തെ തലയിലിട്ട് വെക്കുകയും ചെയ്യാലോ. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ അവിടെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ മുടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ കയറി പറ്റിയേക്കണേ കേട്ടോ. നമ്മുടെ ഗോമതിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാലൻ വലിച്ചെറിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോമതി അതൊക്കെ ഇട്ടാണ് പോയേക്കുന്നത്. പക്ഷെ ഗോമതിയുടെ ആഭരണങ്ങൾ അവിടെയുണ്ട്, ഗോമതിയുടെ പണം അവിടെയുണ്ട്, പിന്നെ ഗോമതിയുടെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടെയുണ്ട്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രീകല ആ റൂം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ശ്രീകലയുടെ അഴിഞ്ഞാട്ടോ ആയിരിക്കും ആ റൂമില്. കാരണം വേറെന്തായാലും കേട്ടോ, അവിടുന്ന് സ്വർണവും പണവും ഒക്കെ മാക്സിമം എടുക്കുക, പിന്നെ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ചിരണ്ടിയൊക്കെ എടുത്തോണ്ട് പോകാലോ. അതന്നെയാണ് ഉദ്ദേശം. എന്തായാലും മീനാക്ഷിയും ഇത്രയും അവളുള്ളിടത്തോളം കാലം അതൊന്നും നടക്കാൻ പോണില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ട് ഇനി വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.